നമസ്കാരം. നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന ഉപ്പുമാവും തേങ്ങാക്കൊത്തിട്ട കക്കക്കറിയും. ഞങ്ങളുടെ ഈ കഷ്ടപ്പാട് കണ്ട് നിങ്ങളോട് ഫോളോ ചെയ്യണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. കാരണം എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്, ജീവിതത്തിൽ സക്സസ് ആണെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം. പക്ഷേ ഞങ്ങളുടെ ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളൊന്ന് ഫോളോ ചെയ്തും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുപ്പ് കത്തിക്കാം. നല്ല കാറ്റുണ്ട്. കക്കക്കറിക്ക് വേണ്ടി വെളിച്ചെണ്ണ ആദ്യം ഒഴിക്കാം. കടുക്, കൊച്ചുള്ളി, കറിവേപ്പില, വറ്റൽമുളക്, നല്ല കാറ്റാണല്ലോ. തേങ്ങാക്കൊത്ത്. നമ്മൾ കക്കക്കറിക്ക് അത് സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് തേങ്ങാക്കൊത്ത്. സവാള അരിഞ്ഞത്. നമ്മൾ ഏകദേശം 2.5 കിലോയോളം ഉണ്ട് കക്ക ഇറച്ചി. അപ്പം അതിനനുസരിച്ചുള്ള എടുത്തേക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ലേശം മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, ഇളക്കി. മല്ലിപ്പൊടി 3 ടീസ്പൂൺ ഇടും. തേങ്ങ അരച്ചുകൊണ്ട് വന്നിട്ട് അത് ഒഴിക്കാം. ഇളക്കിക്ക് ചുവന്ന വെള്ളം ഒഴിക്കാം. വാളംപുളി പിഴിഞ്ഞ വെള്ളം ഒഴിക്കാം. ഗരം മസാലപ്പൊടി, ലേശം കുരുമുളക് പൊടി. കക്കയിറച്ചി ആകുമ്പോൾ ഒരു കുരുമുളക് പൊടി നല്ലതാണ്. നമ്മുടെ കറിക്ക് വേണ്ടിയുള്ള ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി കക്കയിറച്ചി ഇട്ട് കൊടുക്കാം. ആവശ്യമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളവും കൂടെ ഒഴിക്കാം. ഇളക്കിക്കുക. മിക്സ് ചെയ്ത്. ഭയങ്കര കാറ്റാണ്, അതുകൊണ്ട് തീയൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പൊട്ടും ഇല്ല. ഇളക്കിക്ക. നമ്മുടെ തേങ്ങാക്കൊത്തിട്ട കക്കക്കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് അവസാനത്തെ സ്റ്റേജായിട്ട് ജസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2-3 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഉപ്പുമാവ് കുറച്ചിടാം, എല്ലാം കൂടെ ഇടണ്ട. തേങ്ങാക്കൊത്തിട്ട കക്കക്കറി. ഓക്കെ, വടിച്ചെടുത്ത മതി. നമുക്ക് കഴിച്ച് നോക്കാം. നമ്മുടെ കക്ക നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം നമ്മളിട്ട് വേവിച്ചാണ്. വേണ്ടേ, സൂപ്പറായിട്ട് കറി റെഡി ആയിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം. കൊള്ളാമല്ലേ, കിടിലൻ. ഏകദേശം 1 മണിക്കൂർ തന്നെ കുക്കായതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്. നമ്മുടെ ഉപ്പുമാവ് കൂട്ടി ഒന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ചൂടുണ്ട്. ഉപ്പുമാവ് കൂട്ടി ആദ്യമായിട്ടാണ് കക്കക്കറി കഴിക്കുന്നത്. നല്ല കോമ്പോ കേട്ടോ, കൊള്ളാമല്ലേ, മസ്റ്റ് ട്രൈ. പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കക്ക ക്ലീൻ ആക്കുന്നതിന് കുറച്ച് പണി കഴിച്ച് കഴിഞ്ഞാൽ നല്ല സാധനമാണ്. നല്ല ഗ്രേവി കേട്ടോ. സൂപ്പർ സാധനം. പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കോംബോയാണ് ഉപ്പുമാവിൻ്റെ കൂട്ടത്തിൽ.
ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ഫോളോ സപ്പോർട്ട്. ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.